ൂരിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായിട്ട് ഇന്ന് CPM-ന്റെ 3 പ്രധാന വനിതാ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള റോഡ് ഷോയാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശ്യാമളയ്ക്കൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ KK ശൈലജ ടീച്ചറും ഈ 2 നേതാക്കന്മാരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. തളിപ്പറമ്പ് നിന്ന് ആരംഭിച്ച മയ്യിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ നീളുന്ന ഈ റോഡ് ഷോയിൽ മുഴുവൻ പങ്കെടുക്കുന്നത് വനിതകളാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇപ്പോൾ ഈ 3 നേതാക്കന്മാരും നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീമതി ടീച്ചറെ, ഇതൊരു വ്യത്യസ്തമായിട്ടില്ല, ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം നമ്മൾ ബക്കളത്തേക്ക് എത്തുവാണ്, എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു പൊതുവെ ഒരു ആൾക്കാരുടെ മനസ്സ് എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ റോഡ് ഷോ തുടങ്ങിയിട്ടുള്ളത് തളിപ്പറമ്പ് ടൗണിൽ നിന്നാണ്. ഇത് വളരെ നേരത്തെ തന്നെ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ച ഒരു പരിപാടിയല്ല. ഈ കാലഘട്ടത്തിൽ മാറി മാറി വരുന്ന പ്രചരണ രീതി, വിവിധങ്ങളായിട്ടുള്ള പ്രചരണ രീതി, ആ രീതിയിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സഖാക്കളുടെ മനസ്സിൽ ഒരാശയം വന്നു. പേരാവൂരിൽ മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറാണ്, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട്. തളിപ്പറമ്പിൽ മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമള ടീച്ചറാണ്. അപ്പോൾ ഞങ്ങളെല്ലാം തന്നെ ഒരേ പാതയിൽ കൂടി സഞ്ചരിച്ച്, നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ 1978 മുതൽക്ക് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകയാണ്. ഞങ്ങൾ അവിഭക്ത കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം ശൈലജ ടീച്ചർ സെക്രട്ടറി ആയി. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയതിനു ശേഷം ശൈലജ ടീച്ചർ സെക്രട്ടറി ആയി. അതുപോലെ ശൈലജ ടീച്ചർ ആദ്യം തന്നെ 96-ൽ MLA ആയിട്ട് കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചിരുന്നു. അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിനുശേഷം ഞാൻ 2001-ൽ MLA ആയി, 2006-ൽ മന്ത്രിയായി. വീണ്ടും ശൈലജ ടീച്ചർ എൻ്റെ ഒന്നിച്ചും ഉണ്ടായിരുന്നു. പിന്നീട് വന്ന 2016-ൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി. അതുപോലെ ശ്യാമള ടീച്ചറോ ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം. ഈ രൂപത്തിൽ 40 വർഷത്തിലേറെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വളരെ ഊർജ്ജസ്വലയായിട്ടുള്ള പ്രവർത്തകയായിട്ട് പൊതുരംഗത്ത് തിളങ്ങിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്യാമള ടീച്ചർ. എല്ലാവർക്കും അതറിയാം. ശ്യാമള ടീച്ചറെ അറിയാത്തവരായിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ ഒരു കുട്ടി പോലും ഇല്ല. അങ്ങനെ തളിപ്പറമ്പ് നഗരസഭയുടെ ചെയർമാൻ, ആന്തൂർ നഗരസഭയുടെ ചെയർമാൻ എന്നീ നിലയിലും പ്രവർത്തിച്ച് ഭരണരംഗത്ത് പരിചയമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്യാമള ടീച്ചറാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി. ഞങ്ങൾക്ക് അശേഷം ആശങ്കയില്ല. ഈ തളിപ്പറമ്പിന് ഒരു പാരമ്പര്യമുണ്ട്. അത് ഇടതുപക്ഷത്തെ മാത്രം സ്വീകരിച്ച നിയമസഭയിലേക്ക് അയച്ച പാരമ്പര്യമാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോഴും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ട് UDF കൂടാരത്തിലെത്തി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അത് നമ്മുടെ വോട്ടർമാരില്, ഇടതുപക്ഷത്തിന്റെ വോട്ടർമാരില്, CPM-ന്റെ അനുഭാവികളുടെ അടക്കം വലിയ തരത്തിലുള്ള ആശങ്ക. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. പാർട്ടി വിട്ട് മറ്റ് രാഷ്ട്രീയ എതിരാളികളുടെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് സ്ഥാനാർത്ഥിത്വത്തിനോടുള്ള മോഹമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി പാർട്ടിയിൽ ഒരു കുട്ടി പോലും അങ്ങോട്ട് പോകാനുണ്ടാവില്ല, അനുഭാവികളും ഉണ്ടാവില്ല. എന്നാൽ UDF-ന്റെ പിന്തുണ ഉണ്ടാകുമ്പോൾ കുറച്ച് വോട്ട് കിട്ടാണ്ടിരിക്കുമോ? പക്ഷേ ഈ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ തളിപ്പറമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്യാമള ടീച്ചർ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അവർക്ക് തന്നെ സംശയം ഉണ്ടാവില്ല. അത് തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ മീഡിയ വണ്ണിലൂടെ ഞാൻ ഈ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ കഴിഞ്ഞ നീണ്ട വർഷക്കാലത്തെ പൊതു രാഷ്ട്രീയ രംഗത്ത് പാരമ്പര്യമുള്ള, ഭരണരംഗത്ത് മികവ് കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമള ടീച്ചറെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ നൽകണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം സവിനയം അപേക്ഷിക്കുകയാണ്. ടീച്ചർ, PK ശ്രീമതി ടീച്ചർ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ടീച്ചർ പറയുന്നത് എന്തായാലും വിജയം ഉറപ്പാണ് തളിപ്പറമ്പിൽ. ടീച്ചർ ഇപ്പോൾ പേരാവൂരിലുള്ള പ്രചരണത്തിന്റെ ഇടയിലാണ് ടീച്ചർ ഇങ്ങനെ തളിപ്പറമ്പിലേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആ തിരക്കിനിടയിൽ നിന്ന് ഇതിനകത്തേക്ക് വന്നത്, എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ ഞങ്ങളുടെ ശ്യാമള ടീച്ചറാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ 3 പേരും മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പോൾ ശ്യാമളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കണം. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറേ ദിവസം പങ്കെടുത്തേനെ. ഇപ്പോൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കുറച്ച് ദിവസമല്ലേ ഒഴിവാകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ശ്യാമളയുടെ പ്രചരണം. ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ പ്രചരണ പരിപാടികളും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ടീച്ചർക്ക് തളിപ്പറമ്പിന്റെ സാധ്യതകളെ കുറിച്ച് ടീച്ചർ എങ്ങനെ വിലയിരുത്തുന്നു? യാതൊരു സംശയവുമില്ല. തളിപ്പറമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്. ശ്യാമള ടീച്ചറിലൂടെ ആ മണ്ഡലം കൂടുതൽ ശക്തമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. TK ഗോവിന്ദൻ ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ്. അത് സാധ്യമല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ, എന്തൊരാവേശത്തോടു കൂടിയാണ് സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ കാത്തുനിന്ന് കാണാൻ നിൽക്കുന്നു. അപ്പോൾ ഗോവിന്ദ മാഷ് വിട്ട ഉടനെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം കൂടെ പോയിരിക്കുകയാണ്.
അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടാവും തോന്നുന്നില്ല. ഇനിയിപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ടീച്ചറെ വലിയ സ്വീകരണമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, നല്ല സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇന്നിപ്പം കുറേ സ്ഥലങ്ങളിൽ പോവുകയും ചെയ്തു. ടീച്ചർ ഇപ്പം ഈ വാഹന റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ ടീച്ചർക്ക് എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു ഫീല് തോന്നുന്നത്? വോട്ടർമാർ വളരെ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥി വന്ന മുതൽ തന്നെ നല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ ആവേശത്തിലാണ്. അതുകൊണ്ട് അവർ തന്നെയാണ് ഇങ്ങനത്തെയുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. വളരെ അനുകൂലമായ സാഹചര്യം തന്നെയാണ് തളിപ്പറമ്പിൻ്റെ ഭാഗമായിട്ട് എവിടെ പോയാലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ വനിതകൾ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങിയിരിക്കുകയാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ CPM വലിയ തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ട് സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് LDFനെ ഏറ്റവും കൂടുതൽ കുഴക്കുന്ന ഒരു കാര്യം. അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് മുതിർന്ന വനിതാ നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ നിന്ന് മയ്യിലേക്ക് ഏകദേശം 20 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. ആ യാത്ര ഈ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതിനൊപ്പം അതിന്റെ ശക്തി, CPMന്റെ ശക്തി, സംഘടനാ ശക്തി വെളിപ്പെടുത്തുക കൂടിയാണ് ഈ റോഡ് ഷോയുടെ ലക്ഷ്യം. ക്യാമറാമാൻ ഷിജിത് കണ്ണൂരിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ. യന്ത്രവൽക്കൃത ലോകത്തിന്റെ പുതിയ വീതികളിൽ നാടുവളരുമ്പോൾ കാലുഷ്യത്തിന്റെ സമവാക്യങ്ങൾ കൂട്ടിരിക്കുന്ന ജീവിതം കാലത്തിന്റെ പതിവ് കാഴ്ചകളാണ്. കൊല്ലല്ലോ അവകാശ സമരങ്ങൾക്ക് കാലവും കേരളത്തിൽ യശസ്വമാക്കുക പോരാട്ട ചരിത്രത്തിലെ കാലിരിക്കാൻ പറ്റില്ല. ചന്തിയുടെ അടുത്ത് പഴുപ്പൽ നിന്നു.